നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സുതാര്യതയില്ലായ്മയാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നമുക്കറിയാം, ട്രംപ് പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോ സർക്കാർ പറയുന്നില്ല, നേതാക്കൾ പറയുന്നില്ല, ആരും ഒന്നും സമ്മതിക്കുന്നില്ല. കംപ്ലീറ്റ് ഡാർക്കിലായിട്ട് നിൽക്കുകയാണ്, നിഷേധിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. എന്നിട്ട് അടുത്ത 2 സാധനങ്ങൾ പറഞ്ഞതിനകത്ത് സർക്കാർ കംപ്ലീറ്റ് നിശബ്ദതയാണ് പാലിച്ചത്. അതായത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ പാടില്ല, 2 വെനസ്വേലയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കണം. അതായത് നമ്മുടെ സർക്കാർ എന്തൊക്കെയാണോ മിണ്ടാതിരുന്നത്, പറയാതിരുന്നത്, ഞങ്ങളിങ്ങനൊന്നും അല്ല, ഞങ്ങൾ മലമറിച്ചുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ട്രംപ് എന്ത് ആജ്ഞാപിച്ചോ അത് അതേപടി അനുസരിക്കുന്ന, ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. എത്ര ദയനീയമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കുക. അതായത് ട്രംപിനെ പോലെ ഒരു ഭ്രാന്തൻ ഭരണാധികാരി ഉത്തരവിടുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിക്കുന്ന, അതേപടി മുട്ടിലിഴഞ്ഞ് അനുസരിക്കുന്ന, അതേസമയം തന്നെ ഇന്ത്യയിലെ ജനങ്ങളോട് ഇതിന്റെ യാതൊരു വിശദാംശങ്ങളും പറയാതെ ഒളിപ്പിച്ചു വെക്കുന്ന, എന്നിട്ട് ഈ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലും കേഡർ വഴിയും ഭയങ്കരമായിട്ട് 56 ഇഞ്ചിന്റെ 58 ഇഞ്ചിന്റെ ഒക്കെ മഹത്വം വിളമ്പുന്ന ഒരു വെറും പ്രൊപ്പഗാൻഡ ലെവലിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. രാഹുലിന് പിന്നെ ഇതല്ലാതെ വേറൊന്നും പറയാനറിയില്ലല്ലോ. ഇങ്ങനെ കിടന്ന് പറയുക, സ്വന്തം അണികളെ വിട്ടിട്ട് ഒരു അന്താരാഷ്ട്ര മീറ്റിൽ കൊടി പൊക്കി കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളല്ലേ രാഹുലിന് അറിയുള്ളൂ. അത് അറിയുന്ന പണിയെ അയാൾക്ക് അറിയുന്ന പണി അയാൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ട്രംപ് പറയുന്നു, അപ്പം മുഷ്ടി ചുരുട്ടി മോദി ഇങ്ങോട്ട് വരണം, നീ പോയി പണി നോക്കടാ, ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ ട്രംപ് കുറച്ചുകൂടെ കൂട്ടി പറയുന്നു, അപ്പൊ വീണ്ടും അതിനെക്കാട്ട് കൂട്ടി പറയുന്നു. ഇങ്ങനെ ചെയ്യണമെന്നാണ്, എന്തൊരു കുസ്തി മത്സരത്തിന് പോകണമെന്നാണോ ഈ പറയുന്നത്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. അയാളുടെ തലയ്ക്ക് സുഖമില്ല ഓരോന്ന് കിടന്ന് പറയുമ്പോ അയാൾ കിടന്ന് പറയട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളതല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. സമ്പൂർണ്ണ ചാറ്റരുത ബന്ദർക്ക ബച്ചേ. ഇവിടെ ഈ റഷ്യയായിട്ടുള്ള ഓയിൽ ഡീലിന്റെ കാര്യത്തില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രംപ് പറഞ്ഞു ഉടനെ നിർത്തിയെങ്കിൽ ഇപ്പം കഴിഞ്ഞ മാസത്തെക്കാട്ടിൽ ഈ മാസം കുറഞ്ഞു എന്നുള്ളതല്ല. ഒരു ബാരൽ പോലും വരാൻ പാടില്ലല്ലോ, ഒരു ബാരൽ പോലും. റഷ്യയുമായിട്ടുള്ള ഓയിൽ കരാർ ഓയിൽ സെയിൽ നിങ്ങൾ നോക്കും, ഓരോ സമയം കൂടിയും കുറഞ്ഞും സിക്സാഗായിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ വളരെ 40% 20% കുറഞ്ഞു. ആയിക്കോട്ടെ, ആ 20% ആകാൻ പാടില്ലല്ലോ, 1% പോലും ആകാൻ പാടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ കണക്കിനാണെങ്കിൽ ട്രംപ് വരട്ടി മോദി മുട്ട് കഴിഞ്ഞെങ്കിൽ അവിടെ നിന്ന് ആ പിറ്റേ ദിവസം റഷ്യക്കാരനോട് മോദി അവിടുന്ന് ട്രംപ് പറയുന്നു, നിങ്ങളുടെ എണ്ണ ഞങ്ങൾക്ക് വേണ്ട, ഒരു ബാരൽ പോലും ഇന്ന് മുതൽ വേണ്ട എന്നാണല്ലോ പറയേണ്ടത്. അങ്ങനെയല്ലോ ചെയ്തത് ആണോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല, അത് ഞങ്ങൾക്ക് സൗകര്യമുള്ളിടത്തുനിന്ന് ഞങ്ങളുടെ രാജ്യ താല്പര്യം നോക്കി എവിടെ നിന്നാണോ വില കുറച്ച് കിട്ടുന്നത് അവിടുന്ന് ഞങ്ങൾ സൗകര്യം പോലെ വാങ്ങും. വളരെ ക്ലിയർ ആണത്. അതിൻ്റെ അകത്ത് വേറെ ആരും തന്നെ അല്ലാതെ ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ ട്രംപ് അവിടുന്ന് 10 പറഞ്ഞാൽ ഇവിടുന്ന് 15 പറയണം എന്നുള്ള നിങ്ങളുടെ ആ വാശി, അത് വേണം എന്നാണ് അവർ പറയുന്നത്. തൽക്കാലം അതിന് പോകുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഈ $500 ബില്യൺ ഇറക്കുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല. $500 ബില്യൺ സാധനങ്ങൾ അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ വേണമെങ്കിൽ അല്ലാതെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും അല്ല. ഈ ഇറക്കുമതി എന്താണ്? കമ്മിറ്റ്മെന്റ് അല്ല, തിരുത്തിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുന്നത് കമ്മിറ്റ്മെന്റ് ഒന്നുമല്ല. നിങ്ങൾ വെറുതെ വിവരക്കേട് പറയുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.